തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ നാം കാണുന്നത് പോസ്റ്ററുകളും ബാനറുകളും നിറഞ്ഞ തെരുവും പ്രചാരണ വാഹനങ്ങളിൽ ഉച്ചഭാഷണി വെച്ച് നാടിനെയും നാട്ടാരെയും അറിയുന്ന നാടിന്റെ പൊന്നോമന പുത്രനെ ഡാഷ് ചിഹ്നത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണെന്ന് വിളിച്ചു പറയുന്നതും വലിയ റാലികളും സ്റ്റേജ് കെട്ടിയുള്ള മീറ്റിങ്ങുകളും ആണ്. എന്നാൽ ഇതിനൊക്കെ പിന്നിൽ ഉള്ള ഞെട്ടിക്കുന്ന സത്യം, ഈ ഇലക്ഷൻ പ്രചാരണത്തിനായി ഓരോ സ്ഥാനാർത്ഥികളും ചിലവാക്കുന്നത് കോടികളാണ്. ഈ ചിലവാകുന്ന പണം തിരികെ പിടിക്കുവാൻ സ്ഥാനാർത്ഥികൾക്ക് മാർഗമുണ്ടോ എന്ന് നോക്കാം. ഇലക്ഷൻ കമ്മീഷന്റെ നിബന്ധന പ്രകാരം നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് 40 ലക്ഷം രൂപയാണ് പ്രചാരണത്തിനായി ചിലവഴിക്കുവാൻ സാധിക്കുന്ന പരമാവധി തുക. ഈ പരിധിക്കുള്ളിൽ മാത്രം ചിലവഴിച്ചു എന്ന് തെളിയിക്കുവാൻ അതിന്റെ ചെലവുകളുടെ രേഖകൾ സൂക്ഷിച്ചു വെക്കുകയും തിരഞ്ഞെടുപ്പിന് ശേഷം അത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കുകയും ചെയ്യണം. പക്ഷേ ഈ പരിധിക്കുള്ളിൽ ഇലക്ഷൻ പ്രചാരണ ചെലവ് നിൽക്കുന്നില്ല എന്നാണ് പരക്കെയുള്ള സംസാരം. 1 കോടി രൂപ മുതൽ 5 കോടി രൂപ വരെ ചെലവാകുന്ന സ്ഥാനാർത്ഥികൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ശരിക്കും ഈ പണം മുഴുവനും എവിടെയൊക്കെയായിരിക്കും ചെലവാക്കപ്പെടുന്നത്? വാഹനം ഉപയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് 30% തുക ചെലവാകുന്നത്. മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഒന്നിലധികം പ്രചാരണ വാഹനങ്ങൾ അവസാന ആഴ്ച മുഴുവനും ഓടാറുണ്ട്. കൂടാതെ നിരവധി തുറന്ന വാഹനങ്ങൾ സ്ഥാനാർത്ഥിക്കൊപ്പം സഞ്ചരിക്കും. ഈ വാഹനങ്ങളുടെ വാടകയും ഇന്ധന ചെലവും ഡ്രൈവർമാരുടെ കൂലിയും എല്ലാം ഈ ചെലവിൽ ഉൾപ്പെടും. 20% ചെലവ് വരുന്നത് പൊതു മീറ്റിങ്ങുകളും റാലികളും സംഘടിപ്പിക്കുന്നതിനാണ്. സ്റ്റേജിന്റെ ക്രമീകരണങ്ങൾ, സൗണ്ട് സിസ്റ്റത്തിനും കസേര, പന്തൽ, ആളുകളെ എത്തിക്കുവാൻ തുടങ്ങിയവയ്ക്ക് ഉള്ള ചെലവ് വരും. 16% തുക ചെലവ് വരുന്നത് സ്റ്റാർ ക്യാമ്പയിനേഴ്സിനെ കൊണ്ടുവരുന്നതിനാണ്. ദേശീയ നേതാക്കൾക്കായി തയ്യാറാക്കുന്ന റാലിക്കും പൊതുപരിപാടിക്കും വലിയൊരു തുക ചെലവ് വരും. 14% തുക ചെലവാക്കുന്നത് പ്രചാരണത്തിൽ ഉൾപ്പെടുന്ന പ്രവർത്തകർക്ക് വേണ്ടിയാണ്. വലിയ തോതിൽ വരുന്ന ഈ പാർട്ടി പ്രവർത്തകർക്ക് ദിവസേന ഉള്ള അലവൻസ്, അവരുടെ ഭക്ഷണം, യാത്രാ ചെലവ് എന്നിവ നൽകുവാനാണ് വരുന്നത്. പ്രമുഖ പാർട്ടികൾക്ക് സ്ഥാനാർത്ഥിക്കൊപ്പം ഒരു കൂട്ടം പ്രവർത്തകർ ഇല്ലെങ്കിൽ അത് വലിയ നാണക്കേടാണ്. 9% ചെലവ് വരുന്നത് ബാനറുകൾക്കും പോസ്റ്ററുകൾക്കുമാണ്. ഫ്ലെക്സ് ബോർഡുകൾ, പോസ്റ്ററുകൾ, ചുവരെഴുത്തുകൾ, കൊടിതോരണങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടും. 4% തുക ചെലവാകുന്നത് മാധ്യമങ്ങളിലൂടെ ക്യാമ്പയിൻ ചെയ്യുന്നതിനാണ്. പത്രങ്ങളിൽ പരസ്യം നൽകുന്നതിനും ടെലിവിഷനിലെ പരസ്യവും പ്രാദേശിക ചാനലുകളിലൂടെയുള്ള പരസ്യവും ഇതിൽ ഉൾപ്പെടും. പ്രമുഖ ചാനലുകളിലൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടുവാൻ പണം നൽകുന്ന സ്ഥാനാർത്ഥികളും ഉണ്ട്. ഇതൊക്കെ കൂടാതെ വരുന്ന ഇതര ചെലവുകൾക്കാണ് ബാക്കി വരുന്ന 6% ചെലവ്. പ്രചാരണ ഗാനം തയ്യാറാക്കുവാൻ, വീഡിയോ തയ്യാറാക്കുവാൻ, മാനിഫെസ്റ്റോ പ്രിന്റ് ചെയ്യുവാൻ തുടങ്ങിയ നിരവധി ചെലവുകളുണ്ട്. സ്ഥാനാർത്ഥിക്ക് 40 ലക്ഷം രൂപ മാത്രമേ ചെലവഴിക്കുവാൻ നിയമപരമായി അനുവാദമുള്ളൂവെങ്കിലും സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പാർട്ടി തലത്തിൽ തന്നെ ഓരോ മേഖലയിലും ചിലവ് വരുത്തും. ചില സ്പോൺസർമാർ ഇതിനായി ഉണ്ടാവും. പ്രചാരണത്തിൽ ഏറ്റവും മുന്നിലെത്തുവാൻ വേണ്ടിയുള്ള വ്യഗ്രതയിലാണ് ചിലവുകൾ കുതിച്ചുയർന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് സ്ഥാനാർത്ഥിയായി പ്രചാരണം നടത്തുക എന്നത് അസാധ്യമാണ്. വലിയ ചിലവ് നടത്തി പ്രചാരണം നടത്തുന്നതിനൊപ്പം വീട് വീടാന്തരം കയറി ഇറങ്ങുവാൻ പ്രവർത്തകരെ വിടുന്നത് അവർക്കുള്ള അലവൻസ് നൽകിയാണ്. ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ജനാധിപത്യത്തിന് നട്ടെല്ലാണ്. പക്ഷേ കോടികൾ മുടക്കി ഒരാൾ MLA ആയാൽ അവർക്ക് മാസം ലഭിക്കുന്നത് 70,000 രൂപയാണ്. ഒരു വർഷം 8,40,000 രൂപ ഇങ്ങനെ വരും. അങ്ങനെ 5 വർഷം കൊണ്ട് ആകെ 42 ലക്ഷം രൂപ കിട്ടും. അതായത് പ്രചാരണത്തിനായി ചിലവാക്കുന്ന കാശ് പോലും തിരികെ കിട്ടുന്നില്ല. പിന്നെ എന്തിനാണ് സ്ഥാനാർത്ഥിയാകുവാൻ ഓരോ മുന്നണിയിലും ഉള്ളവർ മത്സരിക്കുന്നതും കോടികൾ മുടക്കി പ്രചാരണം നടത്തുന്നതും? അതിനുള്ള ഉത്തരം നിങ്ങൾക്കറിയുമെങ്കിൽ ദയവായി പങ്കുവയ്ക്കുക. ഒരിക്കൽ മാത്രമേ MLA ആയെങ്കിൽ പോലും പെൻഷൻ ലഭിക്കും എന്നത് വാസ്തവമാണ്. മന്ത്രിസ്ഥാനം ലഭിക്കുന്നവർക്ക് മണ്ഡല അലവൻസ് ഇനത്തിൽ കൂടുതൽ പണവും ലഭിക്കും. എങ്കിൽ പോലും ഓരോ തെരഞ്ഞെടുപ്പിലും 120ഓളം അംഗങ്ങൾ വെറും MLA മാത്രം ആണ് ആകുന്നത്. അപ്പോൾ തന്നെ ഓരോ തെരഞ്ഞെടുപ്പിലും 240ഓളം പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുന്നുമുണ്ട്. ഇതുകൂടാതെ 100 കണക്കിന് അപ്രസക്തരായ സ്ഥാനാർത്ഥികളും പരാജയപ്പെടുന്നു. വലിയ തോതിലുള്ള പണം ചിലവഴിച്ച് പ്രചാരണം നടത്തുമ്പോൾ ഇവരുടെയൊക്കെ മുന്നിലുള്ള ലക്ഷ്യം എന്താണ്? ജനസേവനം ആണെന്ന് പറയും. ജനാധിപത്യത്തിൽ പ്രയോജനപ്പെടുവാൻ ആളുണ്ടാകണമെന്ന് സത്യമാണ്. എങ്കിലും രാഷ്ട്രീയത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും ഇന്നും സാധാരണ ജനങ്ങൾക്ക് ദൃശ്യമല്ല.